അല്ല അവിടുത്തെ സർവീസുകളിലെ 28% ഉള്ളൂ KSRTC ബസ്സുകൾ. 28% KSRTC ബസ്സുകളുണ്ട്. തിരുവനന്തപുരത്തുള്ളത്തരം KSRTC ബസ്സുകൾ മലപ്പുറത്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ 28% ഉണ്ട്. ഓർഡിനറി ബസ് ഇല്ലായികയല്ല. 28% മൊത്തം സർവീസുകൾ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. അല്ല, ഓർഡിനറി ബസ്സുകളിലേക്കാണ് കണ്ടീഷൻ ഇല്ലാതെ ഇപ്പൊ അനുമതി കൊടുത്തിരിക്കുന്നത്. അല്ല, അതല്ല, അത് നമ്മൾ പഠിക്കണമല്ലോ. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല. നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും. എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിന്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അല്ല, അത് ആലോചിക്കും. നമ്മൾ സ്റ്റഡി ചെയ്യട്ടെ. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോ ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണ് അത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത് 2-3 പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ 3 പേര് ചോദിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് മറുപടി പറഞ്ഞാണ്. അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുന്നു. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനുള്ളൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക് ഒന്നും കൂടി ആലോചിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ. ആ വാക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട സ്കീം. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കൂടുതൽ, ബഹുഭൂരിപക്ഷം പേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനൊരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അസ്വസ്ഥരാവല്ലേ. നിങ്ങൾ 3 പേരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞേ. മുൻകൂർ ജാമ്യം കൊടുത്തു. അല്ല, അത് ഉറപ്പായിട്ട് പരിശോധിക്കും. കോടതിയുടെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കും, ചിലപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ റിജക്ട് ചെയ്യും. അത് കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പരിശോധിക്കും തീർച്ചയായിട്ടും. അല്ല, നമുക്ക് അങ്ങനെ ഒരു കോടതി വിധിയെക്കുറിച്ച് സർക്കാർ കയറി കമന്റ് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. സർക്കാർ, കോടതി ഒരു വിധി പറഞ്ഞു, ആന്റിസിപ്പേറ്ററി ബെയിൽ ഉള്ള അവരുടെ ആപ്ലിക്കേഷൻ അനുവദിച്ചു. അതിന് സർക്കാർ കയറി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കോടതികളിലും നടക്കുന്ന കോടതിയുടെ നടപടിക്രമത്തിനെതിരായി എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കമന്റ് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. വേറെ ഓപ്ഷൻ ഗവൺമെന്റിന്റെ അകത്തുണ്ട്, ഓപ്ഷനുണ്ട്. അതെല്ലാം പരിശോധിക്കും. അല്ല, അതെല്ലാം പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പരിശോധിക്കും. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കും. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു.
അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.